ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇപ്പം ജർമ്മനിയിൽ സമ്മറാണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ജർമ്മൻകാരും സമ്മറായിട്ട് ഗ്രില്ലൊക്കെ ആക്കുന്നുണ്ട്. ഞങ്ങൾക്കും ചെറിയൊരു ആഗ്രഹം. ഞങ്ങൾക്ക് ഈ ആഴ്ച മുഴുവൻ ഹോം സ്കൂളിംഗ് ആയിരുന്നു. അതായത് ഞങ്ങൾക്ക് വർക്ക് തരും, അപ്പോൾ ഞങ്ങളത് വീട്ടിലിരുന്ന് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം. സോ ഞങ്ങൾ വെള്ളിയാഴ്ച ഇന്നും കൂടെ ആയിരുന്നു അയച്ചു കൊടുക്കേണ്ടത്. ഞങ്ങളെല്ലാം ഓൾറെഡി സെറ്റാക്കി അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ കൂടെയുള്ള 2 പിള്ളേരുടെ ഒരു കസിനച്ഛൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് വന്നേക്കുവാണ്. അപ്പം ഇവിടെ നിന്ന് ഗ്രിൽ ചിക്കൻ ആക്കലാണ് പരിപാടി. അപ്പം അങ്ങോട്ട് പോവാം അല്ലേ? സോ ഞങ്ങൾ അവിടെ ഓൾറെഡി ഗ്രില്ലാക്കേണ്ട സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ആക്കാൻ പോകുന്നത്. എന്താണ് ഇതാണ് ഐറ്റംസ്. അങ്ങനെ ഗ്രിൽ സ്റ്റാൻഡിലേക്ക് നമ്മൾ മീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത എന്താ ലീനെ? അടുത്ത ഞങ്ങൾ സോസേജ് വെക്കാൻ പോവാം. രണ്ടും കൂടെ ഒരുമിച്ചാ? ചെറിയ വെള്ളം ഞാൻ പൊട്ടിക്കുന്ന ചടങ്ങ് മാത്രമേ. ഇതിങ്ങനെ വെക്കാമോ? ഇങ്ങനെ എടുത്ത് വെക്കാമോ? ഇതിനകത്ത് വേണ്ട വെക്കാൻ. നടുക്ക് വെച്ചോട്ടെ. ഇങ്ങനെയാണോ വെക്കേണ്ടത്? ഇങ്ങനെയാണോ? വന്നായിരിക്കും. ഞാനും ഗായ്സ്, ഞങ്ങളുടെ പന്നിയിറച്ചി ഓൾറെഡി സെറ്റായോ? പന്നിയായി. സോസേജ് ആയിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തേത് കരിഞ്ഞു പോയി. കരിഞ്ഞില്ല, പുറം കരിഞ്ഞു പോയി. ഉള്ളിൽ ശരിയായി കാണുമെന്ന് അച്ഛൻ പറയുന്നു. അച്ഛനെ വിശ്വസിച്ച് പണിയെടുക്കുകയാണ്. ഞാൻ ഇല്ല, ജസ്റ്റ് മിസ്സിന്റെ ഞരമ്പെ കൊണ്ട് എന്താ ഈ ഒരു ഭാഗം കൂടെ വേണ്ട. അതിന്റെ ആ ഭാഗമായിട്ട് കുറച്ച് കരിഞ്ഞെങ്കിലും ഞങ്ങൾ സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതുണ്ട്, ആൽക്കഹോൾ ഫ്രീ ആണ്, അതുകൊണ്ട് സീനില്ല. സലാഡ് ഉണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാട്ടോ. അത് ഇവിടെ ആക്കിയതും ഇത് മേടിച്ചതാട്ടോ. ഇതെനിക്ക് അങ്ങനെ ഉണ്ടെന്ന് പറ. നല്ല എനിക്കിഷ്ടായി. പൊട്ടാറ്റോ കഴിച്ചു നോക്കട്ടെ. എണ്ണ കിട്ടുണ്ടോ? സൂപ്പറാ. മഞ്ചിങ് സൗണ്ട് വേണേ ഞാൻ കൊടുക്കാം. അതിൻ്റെ കൂടത്ത് ഇതെന്തുവായിരുന്നു? സെൻഫ് സലാഡ് എല്ലാം സൂപ്പറാണ് ഗൈസ്. വല്ലാണ്ട് വയറ് നിറഞ്ഞു. ഇവിടെ ജർമ്മൻസ് ഒക്കെ ഇങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവർ 1 മണിക്കൂർ ഇതിങ്ങനെ വർത്താനം പറയും. ഒരു കാര്യമില്ലാണ്ടുള്ള സംസാരമായിരിക്കും. നമ്മളൊക്കെ നാട്ടില് പരദൂഷണം പറയും. യെസ്. എന്താണ് അവരുടെ സംസാരത്തെ കുറിച്ച് പറയാനുള്ളത്? എനിക്കറിയാൻ പാടില്ല. ഇരുന്ന് തൊള്ള തുറക്കില്ല. എനിക്കറിയാൻ പാടില്ല എന്തീ പറയുന്നത്. ഇപ്പൊ സമയം 8:05. പക്ഷെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 3 മണി 4 മണീന്റെ ഫീലാണ്. ഇപ്പൊ ഇവിടെ ജർമ്മനിയിൽ രാത്രി കുറവാ. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും അച്ഛൻ എന്നെ നോക്കുന്നു. 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും രാവിലെ ആകും. പിന്നെ ഒരു രാത്രി 9 മണി 9:30 ആകും ഇവിടെ ഒന്ന് രാത്രിയാകാൻ. സോ പക്ഷെ ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേനും നേരെ തിരിച്ചാകും. അച്ഛൻ്റെ അടുത്തേക്ക് പോവാന്ന് പറയുന്നത്. അപ്പൊ അന്ന് പോവല്ലേ അൻസിയ ടോക്കിങ്ങിലാണ്. എന്തൊക്കെ പറയണ്ടേ. എന്താണ് അലീന? എന്താ വയററിഞ്ഞാ? കുഞ്ഞാണേലും നന്നായിട്ട് തിന്നും ഗൈസ്. ഞങ്ങൾ സംഭവമൊക്കെ തിന്ന് കഴിഞ്ഞു. ഇനിയിപ്പം ഉള്ളി കയറി ഒരു ഐസ്ക്രീമും കൂടെ തിന്ന് കഴിയുമ്പോൾ ഇന്നത്തെ പരിപാടി കഴിയും. ഇനി ഞങ്ങൾ നാളെ എവിടെ പോവാ? ബാഡി സ്പെഷ്യലിൽ എന്തോ ഒരു സേ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. സേ എന്ന് പറഞ്ഞാ? സേ എന്ന് പറഞ്ഞ സീ, കടല്, ബീച്ച്, തടാകം എന്നല്ലേ അച്ഛൻ പറഞ്ഞത്? എന്തൊക്കെയോ ഒരു സീന്. തടാകം
തടാകം ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ഞങ്ങൾ നാളെ രാവിലെ 8 മണിയാകുമ്പം തടാകത്തിൽ എത്തണം എന്നാണ് അച്ഛൻ്റെ ഓർഡർ. അപ്പം ഞങ്ങൾ 6 മണിയാകുമ്പോൾ 8 മണിക്ക് ഇവിടെ ഇറങ്ങണം. അപ്പം 6 മണിയാകുമ്പോൾ ഞങ്ങൾ എണീക്കണം. 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. 7 മണിക്ക് അച്ഛൻ ഉണ്ടാക്കി തരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അച്ഛനല്ല നമ്മളാക്കുന്നത്, സോറി ഞങ്ങളാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 6 മണിയാകുമ്പം ഇവിടെ കുർബാനയുണ്ട്, അത് കൂടും. ദെൻ ഞങ്ങൾ പിന്നെയും ഇതുപോലൊരു ഗ്രില്ലിൻ്റെ ആക്കുമായിരിക്കും, അറിയില്ല, അച്ഛൻ പറയുന്ന പോലെ. പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ന് രാവിലെ എവിടെ പോവാ? സ്റ്റേഷനിൽ പോവാ. യെസ്, സമയം ഇപ്പം 8:05. അവിടെ എത്ര മണിയാകുമ്പോൾ എത്തും? ഒരു 1 മണിക്കൂർ യാത്ര. അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എത്തിയിരിക്കുന്നു. ഇതാണ് ഇന്നലെ പറഞ്ഞ സ്ഥലം, കാണിച്ചു തരാവേ. ഇനിയിപ്പോൾ 10 മണിയാവുമ്പം ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, ഷിപ്പ് പാർട്ട്. സോ ഇപ്പോൾ 9:30 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരാൾക്ക് 15 യൂറോ ആണ്. സോ ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. നല്ല വെയിലാണ് ഗൈസ്. അപ്പോൾ ഇതൊരു വലിയ പാർക്കാണ്, കുറേ സ്ഥലമുണ്ട്. ഇവിടുന്ന് ഒരു അങ്ങ് അറ്റം വരെ ഉണ്ട്. അപ്പം അതിൻ്റെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ കാണണമെങ്കിൽ നമ്മൾ ഒരാൾ 1 യൂറോ ഇടണം. സോ ഞങ്ങളിപ്പോൾ കാശെടുത്തുകൊണ്ട് വന്നിട്ടില്ല, കാർഡാണ്, അതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല. അടുത്ത പ്രാവശ്യം വരുമ്പം ചെയ്യാം. ആണ് ഞങ്ങൾ കയറാൻ പോകുന്ന ബോട്ട്. ഇതാണ് ബോട്ടിൻ്റെ ഉള്ളിൽ. ബോട്ടിങ് സ്റ്റാർട്ടായി ഒരു 10 മിനിറ്റായി കാണും. നല്ല വെയിലാണ്. വേറെ ഇതിനകത്ത് ഇരിക്കും, ഇറങ്ങുമ്പോൾ കരിഞ്ഞുണങ്ങി. ഇതിൽ 2 സ്റ്റോപ്പിൽ ഇത് നിർത്തും. വേണമെങ്കിൽ നമുക്ക് ഇറങ്ങിയിട്ട് നടന്ന് കാണാം. അറിയില്ല, ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ ടൈമില്ലാത്തതുകൊണ്ട് മേ ബി ഞങ്ങൾ ഇറങ്ങില്ലായിരിക്കും. ബട്ട് ഈ കാറ്റ് വീശുമ്പോൾ നല്ലൊരു തണുപ്പ് കിട്ടുന്നുണ്ട്, എന്നാലും നല്ല വെയിലാണ്. ഞങ്ങൾ ഐസ് ഷൊക്കോളയുടെ മേടിച്ചു. ഞങ്ങൾ 3 പേര് ഐസ് ഷൊക്കോളയുടെയും ഒരു കൊക്കക്കോളയും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ സ്റ്റോപ്പ് കഴിഞ്ഞു. ഇവിടെ ഇറങ്ങിയായിരുന്നെങ്കിൽ നമ്മൾ 3 മലകൾ കാണും. 3 മലയാണോ വെച്ചാൽ കാണുന്നത്? 3 മലയല്ലേ? യെസ്, 3 മല. അപ്പം ഞങ്ങളത് കാണാനൊന്നും നിന്നില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോവാണോ? സ്റ്റാർട്ട് ചെയ്തോടത്തേക്ക് പോവാം. ഞാൻ അച്ഛൻ്റെ തൊപ്പിയും കൂളിംഗ് ഗ്ലാസ് മേടിച്ച് നോക്കി. അതെ അതെ. അങ്ങനെ ഞങ്ങളുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ സമയം ഒരു എത്രയായി? സമയം 11:25 ഇനിയിപ്പോൾ വീട്ടിൽ പോയി ലഞ്ച് കഴിക്കും. ദെൻ എന്താ പരിപാടി? ഉറങ്ങണം. അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ ഗ്രില്ലുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതെ, ചിലപ്പോൾ ഗ്രില്ലുണ്ടാവും. അത് കഴിഞ്ഞ് എന്തെങ്കിലും സിനിമ ഇട്ട് കണ്ട് കിടന്നുറങ്ങും. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് നാളെ ജർമ്മൻ കുർബാനേന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ മലയാളം പാട്ട് കുർബാനേന്റെ മറ്റേ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വക ഒരു മലയാളം പാട്ടുണ്ടായിരിക്കും. ജർമ്മൻസ് ഓടിപ്പോയില്ലെങ്കിൽ നമുക്ക് നേരെ പാക്കണം. അതെ, ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് വീണ്ടും ഞങ്ങള് ഗ്രിൽ പാർട്ടി ആക്കുവാണ്. സെയിം ഡ്രസ് ബട്ട് ഡിഫറെൻറ്റ് പ്ലേസ്. ഇത് വേറെ സ്ഥലമാണ്, അച്ഛൻ്റെ സ്ഥലം തന്നെ, പക്ഷെ വേറെ സ്ഥലമാണ്. ഇത് അടിപൊളി സ്ഥലം കേട്ടോ. സോ ഇന്ന് ഇവിടെയാണ്. ഇന്ന് പുതിയ ഗ്രിൽ സ്റ്റാൻഡൊക്കെയാണ്. കാണിച്ചു തരാം ചേച്ചി. യെസ്, ഇത് കൊക്കക്കോളയാണ്. ഇത് ഞാനാണ്. അതെ, ആൻസിയാണ്. ഇതാണ് ഗ്രില്ലിനാക്കേണ്ട കനൽ. നമ്മൾ ഈ കനലൊക്കെ ഇവിടെ ജർമ്മനിയിൽ മേടിക്കാൻ കിട്ടും. അപ്പം നമ്മളിത് കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു സാധനത്തിൽ ഇതാത്തിയിട്ട് കത്തിച്ച് ഒരു അരമണിക്കൂർ മുമ്പേ നമ്മൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ മാറ്റി ഇതിലാണ് ആക്കാൻ പോകുന്നത്.
ഇന്നലെ കണ്ട ചെറുതുപോലത്തെ അല്ല, ഇന്ന് ഇച്ചിരി കൂടെ വലുതാണ്. ഇനിയിപ്പം ആക്കുമ്പം കാണിച്ചു തരാം. ഇപ്പം എടുത്തിടുമായിരിക്കും. ഇനിയും വേണോ? കുറച്ചുകൂടി വേണോ? ഓക്കെ. ഇനിയിപ്പോൾ ഇത് താത്തണായിരിക്കും അല്ലേ? ഇതിനി താത്തും. ഇതിപ്പോൾ ഇങ്ങനെ താത്തി കൊടുക്കണം. എന്തൊക്കെ ടെക്നിക്കാന്ന് നോക്കണം. എന്നിട്ടത് ലോക്കാക്കി വെക്കും ഇവിടെ. ഇനി ഇതിൻ്റെ മുകളിലാണ് സാധനം എടുത്ത് വെക്കുന്നത്. ഇന്നും നമ്മൾ പന്നിയാണ് കേട്ടോ. ഇത് തേച്ച് വെച്ചിട്ടുണ്ട്. ആ തീ ഉള്ളിടത്തേക്ക് വെക്ക്. ഇപ്പം ഓൾമോസ്റ്റ് ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇപ്പം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ആവുമ്പം സെറ്റാകും. തീ കൂടുന്നുണ്ടോന്ന് ഡൗട്ടുണ്ട്. അതാ അതിൻ്റെ നെയ്യ് താഴോട്ട് ചെല്ലുമ്പം തീ മേളിലോട്ട് വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ സംഭവം വേറെ മറ്റു ഇതെന്തായിരുന്നു മനസ്സിയെ? ഇത് ഷ്വൈനർ റുക്കൻ ഫ്ലൈ മനസ്സിലാ? പറഞ്ഞു കഴിഞ്ഞാൽ പന്നിയുടെ പുറം ഭാഗത്തുള്ള. പിന്നെ സോസേജും വെച്ചിട്ടുണ്ട്. ഇത് നടുക്കത്തെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ആവണം, കുറച്ച് കട്ടിയുള്ളതുകൊണ്ട്. ഞങ്ങളുടെ മേശപ്പുറമൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടുന്ന് വെട്ടൊക്കെ അടിച്ച് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് ഗായ്സ്. സോ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. മോനെ ഗുഡ് അപ്പിറ്റേറ്റ്. ഫസ്റ്റ് ഐറ്റം കഴിഞ്ഞു. ഇനിയിപ്പോൾ സെക്കൻഡ് ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. ഇന്നലത്തെക്കാളും നല്ലായിരുന്നല്ലേ? എനിക്ക് ഇഷ്ടമായി ഇന്നലത്തെ. ഇന്നലത്തെ എന്തായിരുന്നു പ്രശ്നം? ഇന്നലത്തെ എനിക്ക് റുക്കൻ്റെ ഇഷ്ടമായിരുന്നു. കാരണം അതിനൊരു പച്ച ഗ്രേവി ആയിരുന്നു. മറ്റേ നമ്മുടെ നാട്ടിൽ കാന്താരിയൊക്കെ ഇട്ടത് അങ്ങനത്തെ ഒരു മറ്റേ സാധനമല്ലേ? വ്യൂർസ്റ്റല്ലേ കരിഞ്ഞു പോയത്? കുറച്ച് കരിഞ്ഞു ആദ്യത്തെ ഇന്നലത്തെ. പക്ഷെ ഇന്നത്തെ ആൻസി ഇതിൽ നല്ല ചുമന്നിരിക്കുന്നു. ആൻസി എനിക്ക് ആദ്യത്തെ ഇതൊക്കെ ഏറ്റവും ഇഷ്ടം ഈ സാധനം കേട്ടോ. സോസേജ് അങ്ങനെ ഫൈനലി ഞങ്ങൾ എല്ലാം അവസാനിച്ചു. എല്ലാം കഴിച്ചു. വയറൊക്കെ നിറഞ്ഞു. പാത്രമൊക്കെ കഴിവെച്ചു. ഇനി കുറച്ച് കലാപരിപാടികൾ, ഐസ്ക്രീമിന്റെ, പിന്നെ പാട്ട് പാടൽ. അതെ, പാട്ട് കേൾക്കൽ, നമ്മുടെ മൈന്യൂസ് എന്താ പറയാ, അത് ഷെയർ ചെയ്യൽ, അതൊക്കെ. ഓക്കെ. സോ ബൈ. ഇപ്പൊ സമയം എത്രയായി? ഇവിടെ 10 മണി ആയി. സോ 10 മണി ആയപ്പോഴാണ് ഇവിടുത്തെ ഒരു 6 മണിത്തെ ഒരു 7 മണി ഒരു ഫീല്. സോ ബൈ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.